ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക്കൽ സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പ് ഇതിനെപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. പലപ്പോഴും ഇന്റർവ്യൂ ചോദിക്കുന്നതാണ്, എന്താണ് ലോക്കൽ വേരിയബിൾ, എന്താണ് ഒരു ഗ്ലോബൽ വേരിയബിൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു രീതിയിൽ. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു വേരിയബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ലെറ്റ് കൗണ്ടർ ഇസ് ഈക്വൽ ടു ഗ്ലോബൽ കൊടുക്കാം. ഗ്ലോബൽ കൗണ്ടർ ഈക്വൽസ് 0 എന്ന് കൊടുത്തു ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പം നമുക്കിത് console.log കൊടുത്താൽ ഗ്ലോബൽ കൗണ്ടർ എന്ന് നമുക്ക് കൊടുത്താൽ മതി. അത് പ്രിന്റ് ചെയ്താൽ നമുക്ക് കാണാം 0 ആണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെ ഞാൻ മൈ ഫംഗ്ഷൻ എന്ന് പറയുന്നു, myFn. ഇത് ഈ ഫംഗ്ഷനകത്ത് നമ്മളൊരു വേരിയബിൾ പറയുവാണ്, കൗണ്ടർ തന്നെ. ലെറ്റ് ഇവിടെ ഞാൻ ലോക്കൽ എന്ന് പറയുന്നു, ലോക്കൽ കൗണ്ടർ ഈക്വൽസ് 0. അതിനുശേഷം ഇവിടെ ഗ്ലോബൽ, ഇവിടെ നിന്ന് നമ്മൾക്ക് ഈ ഫംഗ്ഷനകത്ത് നിന്ന് നമ്മൾ ഈ ഗ്ലോബൽ കൗണ്ടറിനെ ആക്സസ് ചെയ്യുന്നു. ഗ്ലോബലിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഫംഗ്ഷനകത്തല്ല, പുറത്തായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ ആ ത്രൂ ഔട്ട് ഏത് ഫംഗ്ഷനകത്ത് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാം. ഞാനിവിടെ പ്ലസ് പ്ലസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലോക്കൽ കൗണ്ടറിന് പ്ലസ് പ്ലസ് പറയുന്നു, പ്ലസ് പ്ലസ്. ഇത് നമുക്ക് ഒന്ന് പ്രിന്റ് ചെയ്യാം. .log global equals G എന്ന് നമുക്കിടാം. G ഈക്വൽ ഗ്ലോബൽ എന്നുള്ളതാണ്, പ്ലസ് ഗ്ലോബൽ കൗണ്ടർ കൊടുക്കാം. അതുപോലെ തന്നെ L എന്നിട്ടിട്ട് ലോക്കൽ കൗണ്ടർ ഒന്ന് പ്രിന്റ് ചെയ്യാം. സോ ഇത്രയും നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് ക്ലോസ് ചെയ്യണം. ഇവിടെ ക്ലോസ് ചെയ്യുന്ന ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഇവിടെ സെമിക്കോളൻ ആവശ്യം ഉണ്ട്, അതൊക്കെ ഇടാം. നമ്മൾ ഒരു മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പൂർത്തിയാക്കി അതിനകത്തൊരു ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ലോക്കൽ കൗണ്ടർ. ഇതിന് മുമ്പ് നമ്മളൊരു ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തായിരുന്നു, അത് 0 സെറ്റ്, ഇത് 0. ഓരോ പ്രാവശ്യം ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ലോക്കൽ വേരിയബിളിന് എന്ത് സംഭവിക്കുന്നു, ഗ്ലോബൽ വേരിയബിൾ രണ്ട് വേരിയബിൾ ഇവിടെ നമ്മൾ വാല്യൂ പ്ലസ് പ്ലസ് പറഞ്ഞ് കൂട്ടുന്നുണ്ട്, +1 വെച്ച് കൂട്ടുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇവിടെ എന്തോ ഒരു മിസ്സിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആ ഒരു ക്ലോസ് ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല, ഇതിൻ്റെ ലോഗിന്റെ console.logന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. സോ ഇനി നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പോൾ ഒന്ന് കോൾ ചെയ്യാം, മൈ ഫംഗ്ഷൻ. ഇപ്പം ലോക്കലും ഗ്ലോബലും ഒന്നൊന്ന് കിട്ടി. ഇപ്പം ഗ്ലോബൽ 2ആയി, ലോക്കൽ 1 തന്നെ നിൽക്കുകയാണ്. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഗ്ലോബൽ കൂടി വരുന്നുണ്ട്, ലോക്കൽ 1 തന്നെയാണ്. ഇപ്പം ഈ ഒരു ചെറിയ എക്സാമ്പിളിൽ തന്നെ നിങ്ങൾക്ക് ലോക്കൽ എന്താ ഗ്ലോബൽ എന്താന്നുള്ള ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.